വിശദമായ വാർത്തകളിലേക്ക്. വൻ പ്രതിഷേധത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ മരവിപ്പിച്ച പ്രവാസി രജിസ്ട്രേഷൻ വീണ്ടും നിയമമായി എത്തുന്നു. കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ പുതിയ ഇമിഗ്രേഷൻ ബില്ലിന്റെ കരടിലാണ് രജിസ്റ്റർ ചെയ്യാതെ വിദേശത്തു പോകുന്നവർക്ക് 10,000 രൂപ പിഴയും പാസ്പോർട്ട് റദ്ദാക്കലും ശിക്ഷയായി ശുപാർശ ചെയ്യുന്നത്. 18 രാജ്യങ്ങളിലേക്ക് വിദേശകാര്യ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യാതെ ജോലിക്ക് പോകുന്നവരെ വിമാനത്തിൽ നിന്ന് ഇറക്കിവിടാമെന്ന് കഴിഞ്ഞ നവംബറിലാണ് മന്ത്രാലയം നിർദ്ദേശം നൽകിയത്. പ്രവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് തീരുമാനം മാറ്റിവെച്ചു. എന്നാൽ സർക്കാർ തയ്യാറാക്കിയ എമിഗ്രേഷൻ ബിൽ 2019 രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയതിനു പുറമെ ഇത് ലംഘിക്കുന്നവരുടെ പാസ്പോർട്ട് റദ്ദാക്കാൻ വരെ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നു. രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാരുടെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുകയോ സസ്പെൻഡ് ചെയ്യുകയോ റിവോക്ക് ചെയ്യുകയോ ചെയ്യാം എന്നാണ് ഈ കരട് ബില്ലിൽ പറഞ്ഞിരിക്കുന്നത്. അത് മിസ്യൂസ് ചെയ്യപ്പെടാൻ ചാൻസ് ഉള്ള ഒരു ക്ലോസ് ആണ്. വിദേശത്തേക്ക് പുതുതായി ജോലിക്ക് പോകുന്നവർക്കും പഠനത്തിന് പോകുന്നവർക്കുമാണ് രജിസ്ട്രേഷൻ നിർബന്ധം. 3 വർഷത്തിലേറെ വിദേശത്തുള്ളവർക്ക് ബാധകമല്ല. എന്നാൽ ഇത് സംബന്ധിച്ച് ബില്ലിൽ അവ്യക്തതകളുണ്ട്. പ്രവാസികളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കാൻ എമിഗ്രേഷൻ മാനേജ്മെന്റ് അതോറിറ്റി, ബ്യൂറോ ഓഫ് എമിഗ്രേഷൻ പോളിസി, ബ്യൂറോ ഓഫ് എമിഗ്രേഷൻ അഡ്മിനിസ്ട്രേഷൻ, സംസ്ഥാനങ്ങളിൽ നോഡൽ അതോറിറ്റി എന്നിവ രൂപീകരിക്കാനാണ് ബില്ലിലെ പ്രധാന നിർദ്ദേശങ്ങൾ. മനുഷ്യക്കടത്ത്, വ്യാജ റിക്രൂട്ട്മെന്റ് എന്നിവയ്ക്ക് കടുത്ത ശിക്ഷയും ബില്ല് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 1.5 ആഴ്ച മുമ്പ് മാത്രം പ്രസിദ്ധീകരിച്ച കരടിൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള തീയതി ഇന്നലെ അവസാനിച്ചു. പ്രവാസികളുടെ പൗരത്വം പോലും അപകടത്തിലാകുന്ന നിർദ്ദേശങ്ങളിൽ കൂടുതൽ ചർച്ച വേണമെന്ന ആവശ്യം ശക്തമാവുന്നുണ്ട്. അനീസ് സ്വാഗതമാടിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. കടുത്ത ശിക്ഷാ നടപടികളോടെ പ്രവാസി രജിസ്ട്രേഷൻ തിരിച്ചു കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രവാസികൾക്കിടയിൽ പ്രതിഷേധം ശക്തമാകുന്നു. പ്രവാസി മന്ത്രാലയം പിരിച്ചുവിട്ടത് മുതൽ കേന്ദ്രം തുടരുന്ന പ്രവാസി വിരുദ്ധ നടപടികളുടെ തുടർച്ചയാണ് ഇത് എന്ന ആരോപണം ശക്തമാണ്. പ്രവാസികളുടെ പ്രതികരണങ്ങളിലേക്ക്. ഈ നിയമം എന്ന് വെച്ചാൽ നമുക്ക് പ്രവാസികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു നിയമം തന്നെയാണ്. കാരണം ഇതിൻ്റെ മുമ്പ് കേന്ദ്ര സർക്കാർ ഒരു ഓറഞ്ച് പാസ്പോർട്ട് കൊണ്ടുവന്നു. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടായി. ഇപ്പോൾ ഒരു പുതിയ നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയാണ് നമുക്കെതിരെ. ഇപ്പം പ്രവാസികളായ നമ്മൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ പ്രവാസികളായ നമ്മളെ ഒരു 2ാം പൗരന്മാരായിട്ട് കാണുന്ന പരിപാടി നമുക്ക് നടക്കില്ല. കാരണം വെച്ചാൽ ഇത് ഏറ്റവും പ്രതിഷേധാർഹമാണ്. ഇതിന് നമ്മൾ എല്ലാവരും പ്രവാസികളും എല്ലാവരും കൂടി കൂട്ടമായി നമ്മൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇതിനെ രേഖപ്പെടുത്തുകയാണ്. കാരണം ഇതിൽ നിന്നും കേന്ദ്ര സർക്കാർ എത്രയും പെട്ടെന്ന് ഈ നിയമം പിൻവലിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതായത് ഇപ്പം പുതുതായിട്ട് വരുന്നവർ കൂടുതൽ ചെറുപ്പക്കാരുണ്ടാവുക, പഠിക്കാൻ വരുന്നവരും പുതിയ വിസക്ക് വരുന്നവരും, നാട്ടിൽ പൊതുവെ കഷ്ടപ്പാട് കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അവർക്കത് കൂടുതൽ ബാധിക്കുക. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയുന്നില്ല. ഇത് യഥാർത്ഥം പറയാമെന്ന് വെച്ചാൽ കള്ളക്കേസ് കൊടുക്കാനാണ്, വേറെ ഒന്നുമല്ല. അതായത് നിരപരാധികളെ കുറേ കള്ളക്കേസ് കൊടുക്കണം, അതാണ്. കാരണം നമ്മൾ പ്രവാസി എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരല്ലേ. ഈ പ്രവാസം ഉള്ളത് കൊണ്ടാണ് ഈ കേരളം മുന്നോട്ട് പോകുന്നത്. പണ്ട് കുവൈത്തിൽ 1991 കുവൈത്തിൽ ഇറാഖ് സമയത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് സമയം. ഞാൻ അന്നേരം അബുദാബിയിലുണ്ടായിരുന്നു. അപ്പോൾ അതേമാതിരി ഉണ്ടായിരിക്കും. ഒരു 6 മാസം ഗൾഫ് വന്നായ കേരളത്തിൻ്റെ അവസ്ഥ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ നിയമം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അംഗീകരിക്കണം. അതിനെ ഒരു രാഷ്ട്രീയം അതൊന്നും നോക്കാൻ പാടില്ല. പ്രവാസികളായ നമ്മളെല്ലാവരും GCC ഫുള്ള് നമ്മൾ ഒത്തൊരുമിച്ചിട്ട് ഇതിന് പ്രതിഷേധം സമർപ്പിക്കണം. ഈ നിയമം വളരെയധികം പ്രവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഈ നിയമം കൊണ്ടുവരുന്നതിന് ശക്തമായ പ്രതിഷേധം നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. ഇതിനെക്കുറിച്ച് പ്രവാസികളുടെ ഇടയിൽ ചർച്ച ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഗവൺമെൻറ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് സോഷ്യൽ മീഡിയയിൽ കൂടെ അറിയിക്കുകയും വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിലാക്കി ചുരുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ജനങ്ങളുടെ വശം കൂടെ ഗവൺമെൻറ് കേട്ടിട്ട് ഇത് നല്ലൊരു രീതിയിൽ നടപ്പിലാക്കുവാനായി മുന്നോട്ടേക്ക് വരണം. ഈ വാർത്തയോട് പ്രതികരിക്കാൻ ഈസ അനീസ്, സാമൂഹ്യ പ്രവർത്തകൻ, ചേരുന്നുണ്ട്. ശ്രീ ഈസ അനീസ്, ഈ ഒരു കരട് ഇനിയിപ്പോൾ ചർച്ചയ്ക്ക് വന്ന് അത് നിയമമായി മാറുകയാണെങ്കിൽ പ്രവാസികളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. എത്രത്തോളം പ്രവാസികളെ ബാധിക്കുന്ന ഒരു നിയമമാണ് ഇത് പാസ്സാവുകയാണെങ്കിൽ ഉണ്ടാവുക? വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും നാട്ടിൽ നിന്നും വരുന്ന 3 വർഷത്തിനകത്തുള്ള ആളുകളുടെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിദേശത്തുള്ള ആളുകളെ ഒത്തിരി ബുദ്ധിമുട്ടാക്കുന്ന ഇതിനോടൊപ്പം നാട്ടിൽ നിന്നും പുതുതായിട്ട് ജോലിക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ജോലിക്കാർക്കും പിന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തു പോകുന്ന ആളുകൾക്കും ഈ രജിസ്ട്രേഷൻ ഇല്ല എങ്കിൽ ഇവരുടെ പാസ്പോർട്ട് കണ്ടുകെട്ടും എന്ന് പറഞ്ഞ തലത്തിലേക്ക് ഒരു ഇന്ത്യൻ പൗരന്റെ പൗരത്വം തെളിയിക്കാൻ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പാസ്പോർട്ട്, ഈ പാസ്പോർട്ട് ഒരു യാത്രയിൽ ഒരു രജിസ്ട്രേഷൻ നടത്താത്തത് കൊണ്ട് മാത്രം കണ്ടുകെട്ടും എന്ന് പറയുന്നത്
ഒരു പാസ്പോർട്ട് കണ്ടുകെട്ടുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ക്രിമിനൽ കേസിൽ ഉള്ള ആളുകൾക്ക് പാസ്പോർട്ട് കണ്ടുകെട്ടുക എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ചെറിയൊരു ബില്ല് കൊണ്ടുവന്നിട്ട് ആ ബില്ലിൽ ഇതിൽ രജിസ്ട്രേഷൻ നടത്താത്തതുകൊണ്ട് മാത്രം പാസ്പോർട്ട് കണ്ടുകെട്ടുക എന്ന് പറയുമ്പോൾ ഈ ഒരു 3 വർഷത്തിനും താഴെയുള്ള വിദേശത്ത് ഇപ്പോഴുള്ള ആളുകൾക്കും പുതുതായിട്ട് വരാൻ സാധ്യതയുള്ള ആളുകളുടെ പേരിൽ ചെറിയ ചെറിയ കാരണം പറഞ്ഞുകൊണ്ട് ഈ ആളുകളുടെ പാസ്പോർട്ട് കണ്ടുകെട്ടുകയും അതുമൂലം ഇവർ ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള വിദേശ യാത്രയും അവർക്ക് അല്ലെങ്കിൽ അവർക്ക് എക്സിസ്റ്റിംഗ് അവർക്കുള്ള ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയെല്ലാം കൂടി വളരെ തുറന്നു കാണുന്നുണ്ട്. പിന്നെ ഇത് വെറും ഒരു എമിഗ്രേഷൻ എന്ന വിഷയത്തിൽ 36 വർഷം പഴക്കമുള്ള ഒരു ആക്ട് മാറ്റിയെടുക്കുമ്പോൾ ഈ പ്രവാസികൾ അന്ന് 36 വർഷം മുമ്പ് ഇല്ലാത്ത ഒത്തിരി പ്രശ്നങ്ങൾ പ്രവാസികളുടേതായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. നിയമസഹായം തുടങ്ങി ഇപ്പൊ നമ്മൾ റീസെന്റ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന മൃതദേഹം കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ഇതൊന്നും ഉൾപ്പെടുത്താതെ വെറും ഗവൺമെന്റിന് ഏകപക്ഷീയമായിട്ട് വളരെ ധൃതിപ്പെട്ടെടുക്കുന്ന ഒരു തീരുമാനമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമല്ല ഇതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിന് പ്രതികരിച്ചേ പറ്റുള്ളൂ. ഈ 18 കൺട്രികൾക്കുള്ള റെസ്ട്രിക്ഷൻ വെച്ചതുകൊണ്ട് പ്രവാസികളുടെ പ്രതികരണത്തിലൂടെ അത് നിർത്തിവെച്ചിട്ട് ഇപ്പോൾ ഒരു ധൃതി പിടിച്ചുകൊണ്ട് വെറും ഒരാഴ്ചത്തെ സമയം മാത്രം റിവിഷന് കൊടുത്തുകൊണ്ട് ആളുകൾക്ക് പ്രതികരിക്കാനും അഭിപ്രായം പറയാനുള്ള സമയം എടുത്തുകൊണ്ട് ധൃതി പിടിച്ചെടുക്കേണ്ട തീരുമാനം അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിൽ പ്രവാസികൾ സ്വാഭാവികമായിട്ടും ഞങ്ങളടങ്ങുന്ന UAE-യിലുള്ളവരും ഈ മറ്റു പ്രവാസി GCC അല്ലെങ്കിൽ പുറത്തുള്ളവരും ഒന്നിച്ച് തന്നെ ഇതിനെതിരെ പ്രതികരിക്കണം. ഇതിൽ സാവകാശം എടുക്കണം, വിഷയം വ്യക്തമായി പഠിക്കണം, പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം ആരാഞ്ഞ് ആളുകൾക്ക് കൂടെ ഈ പ്രവാസികൾക്ക് കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു നല്ലൊരു ഡാറ്റാബേസ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണെങ്കിൽ പോലും പ്രവാസികൾക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വിഷയത്തെ മാറ്റിയെടുക്കാനുള്ള സമയം കൊടുത്ത് ബില്ല് അവതരിപ്പിക്കണം എന്നാണ് എനിക്കിതിൽ അഭിപ്രായപ്പെടാനുള്ളത്. അതായത് ഇപ്പോൾ NDA സർക്കാർ അധികാരത്തിന് വന്നതിന് ശേഷം പ്രവാസികൾക്ക് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നൊരു വിമർശനം ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വൻ പ്രതിഷേധത്തെ തുടർന്ന് ആദ്യം ഈ ഒരു നീക്കം സർക്കാർ ഉപേക്ഷിച്ചിരുന്നായിരുന്നു. എന്നാൽ വീണ്ടും ഈ ഒരു നീക്കത്തിലേക്ക് സർക്കാർ എത്തുമ്പോൾ അത് പ്രവാസികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് എന്നൊരു വിമർശനം ഒരു ഭാഗത്തുനിന്നും ഉയരുന്നില്ലേ? 99% അങ്ങനത്തെ പ്രത്യക്ഷത്തിൽ മാത്രം ഇതിന് ചില ഗുണങ്ങൾ, അത് 36 വർഷം പഴക്കമുള്ള 83-ലുള്ള ഒരു ആക്ട് മാറ്റുക എന്നതിനോട് ഒരു പക്ഷേ ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് എതിർക്കാനൊന്നുമില്ല. പക്ഷെ ഇത് ആരെ ടാർഗറ്റ് ചെയ്തിട്ടാണോ അത് പ്രവാസികളെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള കാര്യമായതുകൊണ്ട് പ്രവാസികൾക്ക് കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ മാത്രമേ ഇതിനെ അവതരിപ്പിക്കാവൂ. അതിന് പ്രവാസി സമൂഹത്തിൽ നിന്നും അഭിപ്രായങ്ങൾ ആരാഞ്ഞിട്ട് വേണം ഇവരിത് അവതരിപ്പിക്കേണ്ടത്. ശരി, വളരെ നന്ദി ഈ സമയത്ത് പ്രതികരിച്ചത്. ഇപ്പോൾ സജില ശശീന്ദ്രൻ മാധ്യമപ്രവർത്തക കൂടി ഈ സമയത്ത് ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ശ്രീമതി സജില ശശീന്ദ്രൻ, താങ്കൾ എങ്ങനെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു നീക്കത്തെ കാണുന്നത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 1983 വന്ന ഇമിഗ്രേഷൻ ആക്ടിന് പകരമാണ് ഈ ഒരു പുതിയൊരു നിയമം വരുന്നത്. ഇത് ഈ ഒരു സർക്കാരിന്റെ കാലത്ത് എന്നല്ല, കുറച്ചു കാലങ്ങളായി 2011 മുതലേ പെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ബില്ലാണ്. പക്ഷേ ഇപ്പോഴാണ് ഇത് പുറത്തേക്ക് വരുന്നത്. അപ്പോ ഇത് കരട് രൂപം മാത്രമാണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്നത്. ഇനി ഇത് പാർലമെന്റിൽ പോയിട്ട് വേണം, അവിടെയൊക്കെ പാസ്സായിട്ടേ അതൊരു നിയമമായി വരുന്നുള്ളൂ. പക്ഷേ വളരെ വ്യത്യസ്തമായി തോന്നിയ ഒരു കാര്യം, ഫോർ ദ ഫസ്റ്റ് ടൈം ഗവൺമെന്റ് പ്രവാസികളുടെ അഭിപ്രായം ഒരു ബില്ലിൽ ചോദിച്ചു എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ചോദിച്ച രീതിയിൽ അതിൽ കൊടുത്ത സമയപരിധിയിൽ വളരെ ചുരുക്കമായിട്ടുള്ള ഒരു സമയപരിധി മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് വേറൊരു കാര്യം. എങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബില്ലിനെ കുറിച്ച് പ്രവാസികളുടെ അഭിപ്രായം ചോദിക്കുന്നത്. അതേ ഈ ഒരു കാഴ്ചപ്പാട് അത് കുറച്ചുകൂടി കാലാവധി കൂടെ കൊടുത്തുകൊണ്ട് ആൾക്കാരുടെ കൂടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാസികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഇതൊരു സ്മൂത്തായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം ഇത് ചെയ്യാൻ എന്നാണ് അഭിപ്രായം. അതായത് ഈ ബില്ല് നിയമമാവുകയാണെങ്കിൽ ശിക്ഷയായിട്ട് പറയുന്നത് 10,000 രൂപ പിഴ അടക്കണം, ഒപ്പം പാസ്പോർട്ട് റദ്ദ് ചെയ്യും, പാസ്പോർട്ട് നിരോധിക്കും എന്നീ 2 കാര്യങ്ങളാണ് ശിക്ഷയായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു പറഞ്ഞോളൂ. അങ്ങനെ ബ്ലാങ്കറ്റ് ആയിട്ട് എല്ലാ കേസിലും പാസ്പോർട്ട് റദ്ദ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. 10,000 രൂപയുടെ പിഴ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ wherever the government feels it ഇത് അനുയോജ്യമാണെന്ന് തോന്നുന്ന രീതിയിൽ എന്നാണ് പറഞ്ഞത്. where the government deems it fit എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ആയിരിക്കണം ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ അത് ദുരുപയോഗപ്പെടുത്താൻ ചാൻസ് ഉള്ള ഒരു ക്ലോസ് ആണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും ഈ കരട് ബില്ലിലും
കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഏതൊക്കെ ഒരു സാഹചര്യത്തിലാണ് പാസ്പോർട്ട് പിടിച്ചു വെക്കേണ്ടി വരിക, അല്ലെങ്കിൽ ക്യാൻസലേഷനോ റിവോക്കേഷനോ സസ്പെൻഷൻ വരിക, ഏത് രീതിയിലുള്ള രജിസ്ട്രേഷനിൽ ഫെയിലിയർ വന്നാലാണ്, അല്ലെങ്കിൽ ആര് ഫെയിലിയർ ഉണ്ടായാലാണ്, ആര് ചെയ്യാതിരുന്നാലാണ് ഇങ്ങനെ വരിക എന്നുള്ള രീതിയിൽ ഈ ഒരു കരട് ബില്ലിൽ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു ക്ലോസ് കൊടുത്തിട്ടുണ്ട് താനും. അങ്ങനെ ഒരു നിയമം വരികയാണ് ബ്ലാങ്കറ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും മിസ്യൂസ് ചെയ്യപ്പെടാൻ ചാൻസ് ഉള്ള ഒരു ക്ലോസ് ആണ്. നന്ദി. ഈ സമയത്ത് പ്രതികരിച്ചതിന്, വിശദമായ വിവരങ്ങൾ നൽകിയതിന് ശ്രീമതി സജില ശശീന്ദ്രനൊപ്പം ഈസ അനീസ്. മറ്റു വാർത്തയിലേക്ക് പോവുകയാണ്. വാരണാസിയിൽ പ്രവാസി സംഗമം. 15ാമത് പ്രവാസി ഭാരതീയ ദിനാചരണ സമ്മേളനത്തിന് വാരണാസിയിൽ തുടക്കമായി. യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് എന്നിവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. പ്രവാസി യുവതയ്ക്ക് ഊന്നൽ നൽകുന്ന വിവിധ സെഷനുകളാണ് PBDയുടെ ആദ്യ ദിവസത്തിന്റെ പ്രത്യേകത. വിദേശ രാജ്യങ്ങളിലെ പ്രയാസം അനുഭവിക്കുന്ന സാധാരണ ഇന്ത്യക്കാർക്ക് വേണ്ട സാമ്പത്തിക ചികിത്സാ ഫണ്ടുകൾ വിപുലീകരിക്കുമെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് അറിയിച്ചു. We are taking strict action against illegal and fraudulent recruitment agents who are cheating Indian workers seeking overseas employment. We have an Indian community welfare fund for carrying out welfare activities for distressed overseas Indians. സെഷന്റെ ഉദ്ഘാടനം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർവഹിച്ചു. നോർവേ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലെ ഇന്ത്യൻ വംശജരായ ജനപ്രതിനിധികളായ ഹിമാൻഷു ഗുലാത്തി, കവൽജിത് സിംഗ് ബക്ഷി എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. മന്ത്രി KT ജലീലാണ് സമ്മേളനത്തിൽ കേരളത്തെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ചേക്കേറിയ പ്രവാസി സമൂഹത്തെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കാൻ കൂടുതൽ നടപടികൾ ആവശ്യമാണെന്ന പ്രഖ്യാപനത്തോടെയാണ് പ്രവാസി ഭാരതീയ ദിവസ സമ്മേളനം പുരോഗമിക്കുന്നത്. വാരാണസിയിൽ നിന്നും ക്യാമറ പേഴ്സൺ സുരേഷ് ഇരുമ്പനത്തിനൊപ്പം MCA നാസർ, മീഡിയ 1. 15ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിൽ ഗൾഫ് മേഖലയ്ക്ക് പൂർണ്ണ അവഗണന. ചുരുക്കം ഗൾഫ് പ്രവാസി പ്രതിനിധികൾ മാത്രമാണ് സമ്മേളനത്തിനെത്തിയത്. തൊഴിൽപരമായി ഗൾഫ് പ്രവാസികൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് തന്നെയാണ് 15ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം വാരാണസിയിൽ പുരോഗമിക്കുന്നത്. എന്നാൽ ഗൾഫ് മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഉതകുന്ന യാതൊരു സെഷനും സമ്മേളനത്തിൽ ഇല്ല എന്നത് വലിയ പരിമിതി തന്നെയാണ്. ഇവിടെ ഒരു കുംഭമേളയും അതുപോലെ തന്നെ റിപ്പബ്ലിക് ഡേയും കാണാൻ വന്നിട്ടുള്ള ഒരു ടൂറിസ്റ്റുകളെ പോലുള്ള കുറേ ആളുകളുടെ ഒരു ബഹളമായി മാത്രമാണ് ഇത് മാറിയിരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ന്യൂ ഇന്ത്യ മേക്കിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ആ ന്യൂ ഇന്ത്യ മേക്കിംഗ് ഭാഗമായിട്ടുള്ള ഗൾഫ് കൺട്രിയിലുള്ള കുട്ടികളുടെ ഒരു കൂട്ടായ്മയും ഇവിടെ വന്നിട്ടില്ല. സമഗ്ര കുടിയേറ്റ നിയമം, പ്രവാസി പുനരധിവാസ പദ്ധതി ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങളാണ് പ്രവാസ ലോകം വർഷങ്ങളായി ഉന്നയിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും പലതവണ ഗൾഫിലെത്തിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. നാളെ പ്രധാനമന്ത്രി മോദി നടത്തുന്ന ഉദ്ഘാടന പ്രസംഗത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് പ്രവാസി സമൂഹം. ഗൾഫ് മേഖലയുമായി ബന്ധപ്പെട്ട പ്രവാസി പ്രശ്നങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നതാണ് വാരാണസിയിൽ നടക്കുന്ന 15ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പരിമിതി. വാരാണസിയിൽ നിന്നും ക്യാമറ പേഴ്സൺ സുരേഷ് ഇരുമ്പനത്തിനൊപ്പം MCA നാസർ, മീഡിയ 1. ശബരിമലയിൽ ദർശനം നടത്തിയ കനകദുർഗയെ സർക്കാർ ആശ്രയ കേന്ദ്രത്തിൽ താമസിപ്പിക്കും. വീട്ടിൽ കയറ്റില്ലെന്ന് ഭർത്താവും സ്വന്തം വീട്ടുകാരും നിലപാടെടുത്തതോടെയാണ് ആശ്രയ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. പെരിന്തൽമണ്ണ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് കനകദുർഗയെ ആശ്രയ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. മുജീബ് റഹ്മാനുണ്ട് വിശദാംശങ്ങളുമായി. മുജീബ്, വിവരങ്ങൾ എന്താണ്? നിയാസ്, ശബരിമലയിൽ ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയ കനകദുർഗയെ സ്വന്തം വീട്ടിലും ഭർത്തൃ വീട്ടിലും പ്രവേശിപ്പിക്കുകയില്ല എന്ന് നേരത്തെ തന്നെ വീട്ടുകാർ കൃത്യമായ നിലപാടെടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ തിരിച്ചെത്തിയ കനകദുർഗയ്ക്ക് മർദ്ദനമേൽക്കുകയും അതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയരുകയും ചെയ്തു. അതിനുശേഷം അവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ പെരിന്തൽമണ്ണ പോലീസിന്റെ സാന്നിധ്യത്തിൽ നടന്ന ഒരു ചർച്ചയിൽ കനകദുർഗയുടെ സഹോദരൻ ഭരത് ഭൂഷണും അതുപോലെ ഭർത്താവ് കൃഷ്ണനുണ്ണിയും ചേർന്ന് ഈ വിഷയവുമായി പോലീസുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിലും അവർ കൃത്യമായി ഈ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. തങ്ങൾക്ക് വിശ്വാസികളാണ്. വിശ്വാസത്തെ മാനിക്കാത്ത അല്ലെങ്കിൽ ആചാര ലംഘനം നടത്തിയ, തങ്ങളുടെ ആചാരത്തെ അനുഷ്ഠാനങ്ങളെ വികലമാക്കിയ കനകദുർഗയെ സ്വീകരിക്കാൻ തങ്ങൾ ഒരുക്കമല്ല എന്ന തരത്തിലുള്ള പ്രതികരണമാണ്. ശബരിമലയിൽ ദർശനം നടത്തിയ കനകദുർഗയെ സർക്കാർ ആശ്രയ കേന്ദ്രത്തിൽ താമസിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വീട്ടിൽ കയറ്റില്ല എന്ന ഭർത്താവും വീട്ടുകാരും നിലപാടെടുത്തതോടെയാണ് ആശ്രയ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്.
കുവൈത്തിൽ സ്വകാര്യ മേഖലയിലെ വർക്ക് പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിക്കാൻ നീക്കം. ആദ്യ തവണ 70 ദിനാറും 1 വർഷത്തേക്ക് പുതുക്കുന്നതിന് 20 ദിനാറുമായി ഫീസ് വർദ്ധിപ്പിക്കാനാണ് അധികൃതർ ആലോചിക്കുന്നത്. വർക്ക് പെർമിറ്റ് മാറ്റത്തിനും ഫീസ് ഉയരും. മാൻ പവർ പബ്ലിക് അതോറിറ്റി വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ ഷാഹിദ് ദിനപത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പുതുതായി തൊഴിൽ പെർമിറ്റ് അനുവദിക്കുന്നതിന് നിലവിൽ 60 ദിനാറാണ് ഫീസ്. ഇത് 70 ദിനാറായും 1 വർഷത്തേക്ക് പുതുക്കുന്നതിന് നിലവിൽ 10 ദിനാർ ഈടാക്കുന്നത് 20 ദിനാറായും വർദ്ധിപ്പിക്കാനാണ് മാൻ പവർ അതോറിറ്റി ആലോചിക്കുന്നത്. തൊഴിലിടം മാറുന്നതിന്റെ ഭാഗമായി വർക്ക് പെർമിറ്റ് മാറ്റുന്നതിന് ആദ്യ തവണ 100 ദിനാർ ഫീസ് നൽകേണ്ടി വരും. പിന്നീടുള്ള ഓരോ മാറ്റത്തിനും 100 ദിനാർ വീതം വർദ്ധിപ്പിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിദേശികൾ സമർപ്പിക്കുന്ന വർക്ക് പെർമിറ്റ് അപേക്ഷകളിലെ തെറ്റുകൾ തിരുത്തുന്നതിന് പ്രത്യേക ഫീസ് ഏർപ്പെടുത്താനും ആലോചനയുണ്ട്. അപേക്ഷകൾ ടൈപ്പ് ചെയ്യുമ്പോൾ തൊഴിലാളികളിൽ നിന്നുണ്ടാകുന്ന തെറ്റുകൾ തിരുത്തുന്നതിനാണ് ഫീസ് ഏർപ്പെടുത്തുക. വിവരങ്ങൾ എൻട്രി ചെയ്യുമ്പോൾ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടാകുന്ന പിഴവുകൾക്ക് ഫീസ് ഈടാക്കില്ല. മീഡിയ 1 കുവൈറ്റ് സിറ്റി. തൊഴിലിടങ്ങളിൽ കൂടുതൽ സ്ത്രീ സൗഹൃദ സൗകര്യങ്ങൾ ഒരുക്കി സൗദി അറേബ്യ. വനിതകൾക്ക് ജോലിയിൽ കൂടുതൽ സുരക്ഷിതത്വവും സ്ഥിരതയും ഉണ്ടാക്കുന്ന തരത്തിൽ പരിഷ്കരിച്ച നിയമാവലി തൊഴിൽ മന്ത്രാലയം പുറത്തുവിട്ടു. വേതന വ്യവസ്ഥയിൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടാവരുതെന്നും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായാണ് പരിഷ്കരിച്ച നിയമാവലി തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം പുറത്തുവിട്ടത്. സ്ത്രീ ജോലിക്കാർക്ക് അനുകൂലമായ അന്തരീക്ഷം തൊഴിലുടമ ഒരുക്കണം. അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിൽ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി നടപടിയെടുക്കാൻ തൊഴിലുടമയ്ക്ക് അധികാരമില്ല. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് മാത്രമായി വിശ്രമസ്ഥലം, ആരാധനയ്ക്കുള്ള സൗകര്യം, ശുചിമുറി, പരിശീലന കേന്ദ്രം തുടങ്ങിയവ പ്രത്യേകമായി ഒരുക്കണം. സ്ത്രീകൾക്ക് മാത്രമായുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊഴികെ ശുചീകരണം, ബാഗ് ചുമക്കൽ പോലുള്ള ജോലികളിൽ സ്ത്രീകളെ നിയമിക്കാൻ അനുവാദമില്ല. പുരുഷന്മാർ മാത്രം ജോലി ചെയ്യുന്നിടത്ത് ഒറ്റയ്ക്ക് ഒരു വനിതയെ ജോലിക്കായി നിയമിക്കരുത്. സ്ത്രീകൾക്ക് അപകടം വരുത്തുന്ന ജോലികളിലും അവരെ നിയമിക്കാൻ അനുവാദമില്ല. രാത്രി 11 മണിവരെ മാത്രമേ പരമാവധി ജോലി സമയം നൽകാവൂ. വ്യവസായ മേഖലകളിൽ ഇത് 6 മണിവരെയായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആശുപത്രി പോലുള്ള അനിവാര്യമായ സ്ഥലങ്ങളിൽ പ്രത്യേകം സുരക്ഷ ഒരുക്കി സ്ത്രീകൾക്ക് രാത്രിയും ജോലി ചെയ്യാം. മക്ക, മദീന തുടങ്ങിയ സ്ഥലങ്ങളിലും മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലും പ്രത്യേകം ഷിഫ്റ്റുകൾ ഏർപ്പെടുത്തി സ്ത്രീകളെ രാത്രി ജോലിക്ക് വെക്കുന്നതിന് വിലക്കില്ലെന്നും പുതിയ നിയമാവലിയിൽ പറയുന്നു. സ്ത്രീ ജീവനക്കാരികൾക്ക് ഏർപ്പെടുത്തിയ പുതിയ വ്യവസ്ഥകൾ രാജ്യത്തെ തൊഴിൽ വിപണിയിലേക്ക് കൂടുതൽ സ്ത്രീകൾ കടന്നുവരാനുള്ള പ്രചോദനമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ. ജസ്പിരിന്റെ 18 മില്ലിഗ്രാം ഗുളികകൾ UAE പിൻവലിച്ചു. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഔഷധം എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ആരോഗ്യമന്ത്രാലയം ഗുളിക പിൻവലിച്ചത്. വേദന, പനി, നീർക്കെട്ട് എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ആസ്പിരിൻ ഗുളികയാണിത്. ജുൾഫാറാണ് ഗുളികയുടെ നിർമ്മാതാക്കൾ. GCC മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഗുളിക ഫാർമസികളിൽ നിന്ന് പിൻവലിക്കുന്നതിന് പുറമെ ഡോക്ടർമാർ ഈ ഗുളിക നിർദ്ദേശിക്കരുത് എന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. കുവൈത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം നാടുകടത്തിയത് 17,000 വിദേശികളെ. ഇഖാമ പരിശോധനയിൽ പിടിയിലായവരും കോടതി വിധിയിലൂടെ നാടുകടത്തപ്പെട്ടവരും ജയിൽ ശിക്ഷ അനുഭവിച്ചവരും ഉൾപ്പെടെയുള്ള കണക്കാണിത്. ഇന്ത്യക്കാരാണ് നാടുകടത്തപ്പെട്ടവരിൽ ഈ പട്ടികയിൽ മുന്നിലുള്ളത്. 2018 ജനുവരി 1 മുതൽ ഡിസംബർ 30 വരെയുള്ള കാലയളവിൽ പ്രതിദിനം ശരാശരി 46-ലധികം വിദേശികളെ നാടുകടത്തിയതായാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സ്ഥിതിവിവരക്കണക്കിൽ പറയുന്നത്. ഇന്ത്യക്കാരാണ് പട്ടികയിൽ ഒന്നാമത്. ഈജിപ്ത്, ഫിലിപ്പൈൻസ്, എത്തോപ്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നീ രാജ്യക്കാരാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ. അമേരിക്കക്കാരും ബ്രിട്ടീഷ് പൗരന്മാരും നാടുകടത്തപ്പെട്ടവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. താമസ നിയമലംഘനം, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗമുൾപ്പെടെയുള്ള ക്രിമിനൽ കുറ്റങ്ങൾ, ഗുരുതരമായ ഗതാഗത നിയമലംഘനം, സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിവയുടെ പേരിലാണ് കൂടുതൽ പേരെയും നാടുകടത്തിയത്. വൈദ്യപരിശോധനയിൽ പരാജയപ്പെട്ടവരെയും തിരിച്ചയച്ചിട്ടുണ്ട്. തൊട്ടുമുമ്പത്തെ വർഷത്തെ അപേക്ഷിച്ച് നാടുകടത്തപ്പെട്ടവരുടെ എണ്ണത്തിൽ കുറവുണ്ടായതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. താമസകാര്യ വകുപ്പിന്റെ കണക്ക് പ്രകാരം 2017 29,000 പേരാണ് കുവൈത്തിൽ നിന്നും നാടുകടത്തപ്പെട്ടത്. താമസ തൊഴിൽ നിയമലംഘകരിൽ വലിയൊരു വിഭാഗം പൊതുമാപ്പ് കാലത്ത് തിരിച്ചുപോയതാണ് ഈ വർഷം എണ്ണം കുറയാൻ കാരണമായതെന്നാണ് വിലയിരുത്തൽ. മീഡിയ 1, കുവൈറ്റ് സിറ്റി. സൗദിയിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള മുനിസിപ്പാലിറ്റി ഫീസുകൾ വർദ്ധിപ്പിച്ചു. മുനിസിപ്പാലിറ്റിയുടെ മറ്റ് സേവനങ്ങൾക്കുള്ള ഫീസുകളിലും വർധനവുണ്ടാകും. ഫെബ്രുവരി 3 മുതൽ പുതുക്കിയ നിരക്ക് നിലവിൽ വരും. രാജ്യത്തെ മുനിസിപ്പാലിറ്റി സേവനങ്ങൾക്കുള്ള ഫീസ് പരിഷ്കരണത്തിന് മുനിസിപ്പൽ ആൻഡ് റൂറൽ അഫയേഴ്സ് മന്ത്രാലയമാണ് അനുമതി നൽകിയത്. വിവിധ ഇനങ്ങളിലായി 50 മുതൽ 100% വരെയാണ് വർധനവ്. താമസ കെട്ടിടങ്ങൾ, ഹോട്ടലുകൾ, റിസോർട്ടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയുടെ മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള വാർഷിക ഫീസ് ഇനി മുതൽ കെട്ടിടത്തിന്റെ വിസ്തീർണത്തിനനുസരിച്ചാണ് നിശ്ചയിക്കുക. പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്കുള്ള കൺസ്ട്രക്ഷൻ ഫീസ് ഇനത്തിലും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കെട്ടിടങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും അനുവദിക്കുന്ന അനുമതി പത്രത്തിനും അത് പുതുക്കുന്നതിനും നൽകി വരുന്ന ഫീസുകൾക്കും വർധനവ് ബാധകമാകും.
രാജ്യത്തെ മുനിസിപ്പാലിറ്റികളെ വലിപ്പവും ജനസാന്ദ്രതയും പരിഗണിച്ച് 5 വിഭാഗങ്ങളായി തിരിച്ചാണ് മന്ത്രാലയ ഉത്തരവ്. നിലവിലുള്ള നിയമങ്ങൾക്കനുസൃതമായി രാജ്യത്തെ സിനിമാ തിയേറ്ററുകൾ അനുവദിക്കുവാനും മുനിസിപ്പാലിറ്റികൾക്ക് പുതിയ നിയമം അനുവാദം നൽകുന്നുണ്ട്. മീഡിയ 1 ദമ്മാം. കുവൈത്തിൽ നഗരസഭാ ശുചീകരണ തൊഴിലാളികളുടെ ജോലി സമയം മാറ്റിയേക്കും. രാവിലത്തെ അതിശൈത്യവും കാറ്റും ജോലിക്കാർക്ക് പ്രയാസമുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് മുനിസിപ്പാലിറ്റി സമയമാറ്റത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. മുനിസിപ്പാലിറ്റി ആക്ടിംഗ് ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ ഫൈസൽ അൽ ജുമയാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. ജോലി സമയം മാറ്റണമെന്നാവശ്യപ്പെട്ട് വിവിധ ക്ലീനിംഗ് കമ്പനികൾ സമർപ്പിച്ച അപേക്ഷ മുനിസിപ്പാലിറ്റി പരിശോധിച്ചു വരികയാണ്. പ്രവൃത്തി സമയം മാറ്റുന്നത് ശുചീകരണ ജോലികളെ യാതൊരു തരത്തിലും ബാധിക്കില്ലെന്നതുകൊണ്ട് ഇക്കാര്യത്തിൽ മുനിസിപ്പാലിറ്റിക്ക് തടസ്സവാദങ്ങളില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാവിലെ വൈകി ജോലി ആരംഭിക്കുകയും പകരം വൈകുന്നേരം കൂടുതൽ സമയം ജോലി ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ സമയം ക്രമീകരിക്കാനാണ് സാധ്യത. സമയമാറ്റം സംബന്ധിച്ച് തീരുമാനമുണ്ടാവുകയാണെങ്കിൽ വൈകാതെ തന്നെ എല്ലാ ക്ലീനിംഗ് കമ്പനികൾക്കും ഇത് സംബന്ധിച്ച് സർക്കുലർ അയക്കുമെന്ന് മുനിസിപ്പൽ വൃത്തങ്ങൾ അറിയിച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഒത്തൊരുമയും സന്തോഷവും എന്ന മുദ്രാവാക്യവുമായി ജനുവരി 10 ആരംഭിച്ച മസ്കറ്റ് ഫെസ്റ്റിവലിന് വൻ ജനപങ്കാളിത്തം. ഫെസ്റ്റിവലിലെ സന്ദർശകരുടെ എണ്ണം ഇതിനകം 1 ലക്ഷം പിന്നിട്ടു. സാധാരണ വാരാന്ത്യ അവധി ദിനങ്ങളിൽ മാത്രമാണ് ഫെസ്റ്റിവൽ വേദികളിൽ ജനത്തിരക്ക് ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇത്തവണ സാധാരണ വർഷങ്ങളിൽ നിന്നും വിഭിന്നമായി രാത്രികാലങ്ങളിൽ തണുപ്പ് കുറഞ്ഞത് സന്ദർശകരുടെ ഒഴുക്കിന് കാരണമായി. സ്വദേശികൾക്കൊപ്പം വിദേശികളും ഫെസ്റ്റിവൽ വേദിയിൽ കൂടുതലായി എത്തുന്നുണ്ട്. വേദിയിലെത്തുന്നവരുടെ സുരക്ഷയ്ക്ക് നൽകുന്ന പ്രാമുഖ്യം ഈ വർഷം വർദ്ധിച്ചിട്ടുണ്ട്. We are visiting Muscat Festival with all the traditional things here, and it's very interesting to discover the country and this festival. റോയൽ ഒമാൻ പോലീസിന്റെയും സിവിൽ ഡിഫൻസിന്റെയും സ്റ്റാളുകളിൽ വിവിധ ബോധവത്കരണ പരിപാടികളും നടക്കുന്നുണ്ട്. മയക്കുമരുന്നിനും മദ്യത്തിനുമെതിരായ ക്ലാസുകൾ, അതോടൊപ്പം റോഡ് സുരക്ഷാ നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകത, സീറ്റ് ബെൽറ്റിന്റെ പ്രാധാന്യം, അഗ്നിശമന ഉപകരണങ്ങളുടെ ആവശ്യകത തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ബോധവത്കരണങ്ങൾ നൽകുന്നുണ്ട്. അന്താരാഷ്ട്ര സർക്കസും സ്റ്റേജ് ഷോകളുമായി കുടുംബസമേതം എത്തുന്നവർക്ക് ഏറെ നേരം ചിലവഴിക്കാൻ ഫെസ്റ്റിവൽ വേദികളിൽ ഏറെയുണ്ട്. ഇനിയുള്ള 20 ദിവസവും വേദിയിലേക്കുള്ള ജനങ്ങളുടെ ഒഴുക്ക് തുടരുമെന്നാണ് കരുതുന്നത്. മീഡിയ 1 മസ്കത്ത്. സൗദിയിലെ ആദ്യത്തെ മൾട്ടി കൾച്ചറൽ ഫെസ്റ്റിവലിന് ജിദ്ദ ആതിഥേയത്വം വഹിക്കും. ഗ്ലോബൽ വില്ലേജ് എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടിയിൽ 50ഓളം രാജ്യങ്ങൾ പങ്കെടുക്കും. ഫെബ്രുവരി 28 മുതൽ മാർച്ച് 29 വരെയാണ് പരിപാടി. ആദ്യമായാണ് ഇത്തരമൊരു സാംസ്കാരികോത്സവത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്. അറബ് രാജ്യങ്ങൾക്ക് പുറമെ ആഫ്രിക്കൻ, യൂറോപ്യൻ, അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നായി 50ഓളം രാജ്യങ്ങളുടെ പവലിയനുകൾ ഉണ്ടാകും. വിവിധ രാജ്യങ്ങളുടെ പരമ്പരാഗത വേഷങ്ങളിലുള്ള നാടോടി നൃത്തങ്ങളും പരമ്പരാഗത ഭക്ഷണ വിഭവങ്ങളും ഉൽപ്പന്നങ്ങളും സന്ദർശകർക്കായി ഗ്ലോബൽ വില്ലേജിൽ ഒരുക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിലെ സംസ്കാരവും പൈതൃകവും വിശദീകരിക്കുന്ന ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ജിദ്ദയിലെ പ്രസിദ്ധമായ വാട്ടർ ഫ്രണ്ടിനോട് ചേർന്നുള്ള അത്തല്ല ഹാപ്പി ലാൻഡ് പാർക്കിൽ വൈകുന്നേരം 5 മണി മുതൽ അർദ്ധരാത്രി വരെയാണ് സന്ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. ടൂറിസത്തെയും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെയും ഉയർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. നഗരത്തിന്റെ ഏറ്റവും നല്ല കാലാവസ്ഥാ കാലമാണ് ഇതിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്റർനാഷണൽ ഇമേജ് കമ്പനിയാണ് പദ്ധതിയുടെ സംഘാടകർ. ഫെബ്രുവരി 28 ആരംഭിക്കുന്ന പരിപാടി 1 മാസം നീണ്ടുനിൽക്കും. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1. പ്രവാസിയായിരുന്നപ്പോൾ തൊഴിലാളികൾക്കും കഷ്ടപ്പെടുന്നവർക്കുമായി പ്രവർത്തിച്ച ലാൻസൺ എന്ന യുവാവ് ഇപ്പോൾ തീരാദുരിതത്തിലാണ്. അർബുദ രോഗത്തോട് പൊരുതുന്ന ഈ യുവാവിന്റെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് സുഹൃത്തുക്കൾ. പ്രവാസിയായിരുന്നു ലാൽസൺ. ഗൾഫിലുള്ളപ്പോൾ എല്ലാവരെയും സഹായിക്കുമായിരുന്നു. ഇപ്പോൾ അർബുദ രോഗത്തിൻ്റെ പിടിയിലമർന്ന് ഈ കട്ടിലിലാണ് ജീവിതം. വീടുൾപ്പെടെ ഉള്ള സമ്പാദ്യങ്ങളെല്ലാം പണയം വെച്ചിട്ടും ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ദുരിതത്തിലാണ് ഈ തൃശ്ശൂർ സ്വദേശി. കഴിഞ്ഞ 1.5 വർഷമായി ചികിത്സക്കായി 12 ലക്ഷത്തോളം രൂപയാണ് ചിലവായത്. പണമില്ലാത്തതിനാൽ ഇപ്പോൾ ചികിത്സയും മുടങ്ങിയിരിക്കുന്നു. ഭാര്യയുടെയും 1 വയസ്സ് മാത്രമുള്ള കുഞ്ഞിൻ്റെയും അമ്മയുടെയും ഒപ്പം സഹജീവികൾക്ക് സാന്ത്വനമായി ജീവിതം നയിക്കണമെന്ന് മാത്രമേ ലാൽസൺ ആഗ്രഹമുള്ളൂ. ബഹ്റൈനിൽ സാമൂഹിക പ്രവർത്തകനായി മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടന്നിരുന്ന ഈ യുവാവിൻ്റെ പ്രതീക്ഷകൾ തളർക്കാൻ ഒരു കൈ സഹായവുമായി സുമനസ്സുകൾ മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും പ്രതീക്ഷ. മീഡിയ 1 ബഹ്റൈൻ. സ്വകാര്യ കമ്പനികൾക്ക് സൗദി സർക്കാർ നൽകാനുള്ള കുടിശ്ശിക 60 ദിവസത്തിനകം കൊടുത്തു തീർക്കുമെന്ന് ധനകാര്യ മന്ത്രാലയം. പേയ്മെന്റ് ഓർഡർ ലഭിച്ച മുഴുവൻ കുടിശ്ശികയും നടപടികൾ പൂർത്തിയാക്കി 60 ദിവസത്തിനകം കൊടുത്തു തീർക്കും.
സർക്കാർ പദ്ധതികൾ കരാറെടുത്ത ഭീമൻ കമ്പനികൾക്ക് ഏറെ ആശ്വാസമാകുന്നതാണ് വാർത്ത. മുൻപ് പേയ്മെന്റ് ഓർഡർ ലഭിച്ച കുടിശ്ശികയിൽ 99% കൊടുത്തു തീർത്തിട്ടുണ്ട്. അവശേഷിക്കുന്ന 1% നിയമപരമായ കാരണങ്ങളാൽ വൈകുന്നവ മാത്രമാണ്. പേയ്മെന്റ് ഓർഡർ ലഭിച്ച ഇത്തരം ഇടപാടുകളിൽ 97% 30 ദിവസത്തിനകം കൊടുത്തു തീർത്തിരുന്നു. കോൺട്രാക്ടർ, സപ്ലയർ എന്നിവരിൽ നിന്ന് സർക്കാർ ഇടപാടുമായി നിയമപരമായ പ്രശ്നങ്ങളുള്ള കുടിശ്ശിക മാത്രമാണ് അവശേഷിക്കുന്നത്. ഇത്തരം സ്ഥാപനങ്ങൾ പ്രശ്നപരിഹാരത്തിന് സത്വര നടപടി സ്വീകരിക്കണമെന്നും ധനകാര്യ മന്ത്രാലയം ഉണർത്തി. അസ്ഹർ പുള്ളിയിൽ, മീഡിയ 1 റിയാദ്. യൂത്ത് ഇന്ത്യ സൗദി കിഴക്കൻ പ്രവിശ്യ നടത്തിവന്ന ക്യാമ്പയിൻ സമാപിച്ചു. വർണ്ണാഭമായ യുവത്വം, സുദൃഢമായ വിശ്വാസം എന്ന തലക്കെട്ടിലായിരുന്നു ക്യാമ്പയിൻ. നജീബിന്റെ മാതാവ് ഫാത്തിമ നഫീസ് വീഡിയോ കോൺഫറൻസ് വഴി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വർണ്ണാഭമായ യുവത്വം, സുദൃഢമായ വിശ്വാസം എന്ന തലക്കെട്ടിലാണ് ക്യാമ്പയിൻ. സമാപന സമ്മേളനം നജീബിന്റെ മാതാവ് ഫാത്തിമ നഫീസ് വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകൻ അസ്ഹർ പുള്ളിയിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. തനിമ കേന്ദ്ര പ്രസിഡന്റ് കെ.എം. ബഷീർ, യൂത്ത് ഇന്ത്യ പ്രസിഡന്റ് അമീൻ വി ചൂനൂർ എന്നിവർ സംസാരിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി നിർമ്മിച്ച മ്യൂസിക്കൽ ആൽബം കളർ ഓഫ് യൂത്ത് പരിപാടിയിൽ റിലീസ് ചെയ്തു. ക്യാമ്പയിന്റെ ഭാഗമായി നടന്ന വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. തുടർന്ന് യുവാക്കളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. സഫ്വാൻ, ഹിഷാം, റയ്യാൻ മൂസ, അർഷദ് അലി, കബീർ മുഹമ്മദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മീഡിയ 1 ദമ്മാം. മലപ്പുറം ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഹാദിയയുടെ 20ാം വാർഷികം അബുദാബിയിൽ ആഘോഷിച്ചു. സമാപന സമ്മേളനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വിവിധ സെമിനാറുകളും ചർച്ചകളും സംഘടിപ്പിച്ചാണ് ഹാദിയയുടെ 20ാം വാർഷികം അബുദാബിയിൽ നടന്നത്. സയ്യിദ് ജിഫ്രി തങ്ങൾക്ക് പുറമെ മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ ഖാദർ മൊയ്തീൻ, ദാറുൽ ഹുദ വൈസ് ചെയർമാൻ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ സുബൈർ ഹുദവി ചേകന്നൂർ, ഡോക്ടർ ജാഫർ ഹുദവി കൊളത്തൂർ, ഡോക്ടർ ഹാരിസ് ഹുദവി കുറ്റിപ്പുറം എന്നിവർ ക്ലാസ് എടുത്തു. ആദ്യ സെഷൻ UAE സുന്നി കൗൺസിൽ പ്രസിഡന്റ് സയ്യിദ് പൂക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. അബുദാബി സുന്നി സെന്റർ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുറഹ്മാൻ ഒളവട്ടൂർ അധ്യക്ഷത വഹിച്ചു. മീഡിയ 1 അബുദാബി. സൗദിയിലെ ജിദ്ദയിൽ താമസ സ്ഥലത്തുണ്ടായ അഗ്നിബാധയിൽ 2 പേർ മരിച്ചു. അൽഖുംറയിലെ അൽ ഖുസീൻ ഡിസ്ട്രിക്റ്റിലാണ് സംഭവം. താമസ സ്ഥലത്ത് സൂക്ഷിച്ചിരുന്ന പഴയ സ്പോഞ്ച്, കോട്ടൺ ശേഖരത്തിൽ തീ പടർന്നു പിടിച്ചാണ് അഗ്നിബാധയുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള ശ്രമം തുടരുകയാണ്. ഫോറൻസിക് പരിശോധനയ്ക്കായി മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി. റിയാദിൽ യുവാവ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. മലപ്പുറം വണ്ടൂർ തട്ടാരക്കാടൻ റഷീദ് അഹമ്മദാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. റിയാദിലെ ബധയിൽ വാച്ച് കടയിലായിരുന്നു ജോലി. മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകും.